എൻസൈക്ലോ വിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും സർക്കാർ ജീവനക്കാർക്ക് അനുവദിച്ചിട്ടുള്ള ക്ഷാമബത്തയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരള സർക്കാർ ക്ഷാമബത്തയുടെ വർധനവ് 2026 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2026 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ഉത്തരവ് പ്രകാരം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 10% DA വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ മൊത്തം DA നിരക്ക് 35% മാറിയിരിക്കുകയാണ്. മറ്റു പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന 25%-ൽ നിന്ന് 10% വർദ്ധിപ്പിച്ച് 35% മാറ്റിയിരിക്കുകയാണ്. ആനുകൂല്യം ഏത് രീതിയിലാണ് ലഭിക്കുന്നതെന്ന് പരിശോധിക്കാം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും എയ്ഡഡ് സ്കൂൾ, പ്രൈവറ്റ് കോളേജ്, പോളിടെക്നിക്കൽ ജീവനക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സർവീസ് പെൻഷൻകാർ, ഫാമിലി പെൻഷൻകാർ മുതലായവർക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 2026 ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്ന മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം തന്നെ പുതിയ നിരക്കിലുള്ള DAയും ലഭിക്കുന്നതാണ്. ധനമന്ത്രി KN ബാലഗോപാൽ 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ച 13% വർധനവിന്റെ ഭാഗമായാണ് ഈ ഒരു നടപടി നടപ്പിലാക്കുന്നത്. ഇതിൽ 3% നേരത്തെ അനുവദിച്ചിരുന്നതാണ്. മറ്റ് പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ DA വർധനവിന്റെ കുടിശ്ശിക നൽകുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളിൽ സർക്കാർ പിന്നീട് തീരുമാനമെടുക്കുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള KSEB, KSRTC തുടങ്ങിയവയിൽ, അതായത് ബോർഡുകളുടെ തീരുമാനപ്രകാരം മാത്രമേ ഈ വർധനവ് നടപ്പിലാക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.